ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ കിടക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം US മാർക്കറ്റിൽ ഭീകര ഒരു ഫോളുണ്ടായ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അവിടുത്തെ ടെക്നോളജി ചിപ്പ് നിർമ്മാണ കമ്പനികളിൽ എസ്പെഷ്യലി NVIDIA പോലുള്ള കമ്പനീസിലുണ്ടായ സീവിയർ സെല്ലിംഗ് പ്രഷർ 1.5 ലക്ഷം കോടിയാണ് US മാർക്കറ്റിൽ നിന്ന് ആ ഒരു സിംഗിൾ ഡേ വൈപ്പ് ഔട്ടായി പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റിൽ കാണുന്നത്. എന്നാലോ US മാർക്കറ്റ് ചെറിയ തോതിൽ റിക്കവറി മോഡിലുമാണ് കണ്ടുവരാം. ഏറ്റവും താഴെ US വിക്സ് 11% സ്പൈക്ക് ചെയ്ത് 17 എത്തിയിരുന്നു. നാസ്ഡാക്ക് 1121 പോയിന്റ് ഫോളായിരുന്നു. ഡോ ആവട്ടെ 695 പോയിന്റ് ഫോളായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ് അതിന് മുമ്പ് ക്ലോസ് ചെയ്തു, പക്ഷേ യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി ജപ്പാൻ മാർക്കറ്റ് 4% ഇടിവ്, കൊറിയൻ മാർക്കറ്റ് 7% ഇടിവ്, ഓസ്ട്രേലിയ 1% ഇടിവ്. അതാണ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ആ ഒരു ഇടിവ് റിഫ്ലക്റ്റായി. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്ത നാസ്ഡാക്ക് ഫ്യൂച്ചർ റിക്കവറിയാണ്, 180 പോയിന്റ് റിക്കവർ ചെയ്തു. എന്നാൽ ഡോ ഫ്യൂച്ചറോ ഫോൾ ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഗ്യാപ്പ് ഡൗൺ തന്നെയാണ്. എത്ര പോയിൻ്റ് ആണെന്നുള്ളത് ഒരു കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം നിഫ്റ്റി ഓപ്പൺ ചെയ്തതിന് ശേഷം 48 പോയിന്റ് റിക്കവറി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നാച്ചുറൽ ഗ്യാസ് 3.1, ബ്രന്റ് ഓയിൽ സ്പൈക്ക് ചെയ്തു 95ആയി. ബിറ്റ്കോയിൻ ഒന്ന് റിക്കവറി മോഡിൽ ശ്രമിക്കുന്നുണ്ട് 63,000. സിൽവർ ഫോളോ ചെയ്തു. ഗോൾഡ് 44,334 എന്ന നിലയിലാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ ബ്രന്റ് ഓയിൽ സ്പൈക്ക് ചെയ്യാനായിട്ടുള്ളൊരു കാരണമുണ്ട്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു. ഇസ്രായേൽ ആ ഒരു ആക്രമണത്തെ പ്രതിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന് മറുപടിയായിട്ട് ഇസ്രായേൽ ഇറാനെ തിരിച്ച് ആക്രമിക്കുമോ എന്നുള്ള ഒരു ഭയമുണ്ട്. പക്ഷേ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഈ നിലവിലുള്ള നെഗോസിയേഷൻസിൽ തന്നെ പൂർത്തിയാകുന്നത് വരെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കണ്ട എന്നുള്ളൊരു നിലപാടെടുത്തിട്ടുണ്ട്. അത് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അത് പൂർണ്ണമായിട്ടല്ല, ചെറിയ തോതിൽ അംഗീകരിച്ചിട്ടുണ്ട്. പെട്ടെന്നുള്ളൊരു പ്രത്യാക്രമണം ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇറാൻ ആക്രമണം തുടർന്നാൽ മേ ബി ഇസ്രായേലും ആക്രമിച്ചേക്കാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. സ്റ്റോക്കുകളുടെ വാർത്തകൾക്ക് ഇന്ന് പ്രധാനമായിട്ടും HCL ടെക് ഇന്നൊരു 1 മില്യൻ്റെ ഒരു ക്ലൈമറ്റ് ആക്ഷൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. HJ ഇൻഫ്ര തുടങ്ങിയ കമ്പനീസിന് ന്യൂസുകളുണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം ഇന്ന് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആണ്. ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് അറിയില്ല. ചിലപ്പോൾ റിക്കവർ ആയേക്കാം, അറിയില്ല നമുക്ക് മാർക്കറ്റിൻ്റെ അവസ്ഥ. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ സ്പോട്ട് പ്രൈസ് ഉള്ളത് 23,450 കൂടുതൽ ആളുകൾ കോളാണ് റേറ്റ് ചെയ്തിട്ടുള്ളത്. ബീറിഷ് തന്നെയാണ്. PCR 0.7 ആയിരുന്നു. എന്നാൽ ഈ ഒരു 23,300 23,000 ലെവലുകളിലും ഹ്യൂജ് പുട്ട് അഡീഷൻ ഉണ്ട്. ചുരുക്കം പറയുകയാണെങ്കിൽ 23,000 പൊട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കി കാണേണ്ടത്. 23,000 മേജർ സപ്പോർട്ട് സോണാണ്. ഇനി ഈ ഒരാഴ്ച പ്രധാനമായിട്ടുള്ള എക്കണോമിക് ഡേറ്റയിലേക്ക് പോകുകയാണെങ്കിൽ US ഇൻഫ്ലേഷൻ ഡേറ്റ ജൂൺ 10 ബുധനാഴ്ച ഉണ്ട്. US നിന്ന് പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ ജൂൺ 11 വ്യാഴാഴ്ച ഉണ്ട്. കൂടാതെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ എന്നുമുണ്ട്. ഇനി വെള്ളിയാഴ്ച ദിവസം പ്രധാനമായിട്ടും ഈ CPI ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. ഇന്ത്യയുടെയും CPI ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ച വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ദിവസമാണ് RBIയുടെ മോണിറ്ററി പോളിസിയിൽ റേറ്റ് അൺചേഞ്ച് ആയിട്ട് നിലനിർത്തിയത്. അപ്പോൾ ഇനി വരും നാളുകളിൽ റേറ്റ് അൺചേഞ്ച് ആയിട്ട് നിലനിർത്തണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഇൻഫ്ലേഷൻ ഇന്ത്യയുടെ കൺട്രോളായിരിക്കണം. US-ൻ്റെയും ഇൻഫ്ലേഷൻ ഡേറ്റ ഉണ്ട്. അപ്പോൾ ഈ ഒറ്റ ആഴ്ച തന്നെ US-ൻ്റെയും ഇന്ത്യയുടെയും ഇൻഫ്ലേഷൻ ഡേറ്റ ഉള്ള വളരെയധികം പ്രധാനമുള്ള ഒരു വീക്ക് തന്നെയാണ് ഈ ഒരാഴ്ച ഉള്ളത്. അപ്പോൾ എനിവേ നമുക്ക് മാർക്കറ്റ് ഓപ്പണായതിന് ശേഷം വൈകിട്ടുള്ള അപ്ഡേറ്റിലേക്ക് പോകാം. ഇപ്പോൾ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. വൈകിട്ട് കാണാം. താങ്ക് യു ഓൾ.